ക്രിസ്മസ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കാണാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതും നമ്മുടെ മീഡിയ ആൻഡ് സോഷ്യൽ റിഫ്ലക്ഷൻ എന്ന ചാപ്റ്ററിലെ. അപ്പോൾ ഇതേപോലെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഓൾസോ ഈ ഒരു വീഡിയോ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കും കേട്ടോ. കാരണം 100% ഞാൻ ഉറപ്പ് പറയുകയാണ്, ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരിക്കും നാളത്തെ ചോദ്യ പേപ്പറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതും. ഓക്കെ, സോ ഒന്നുകിൽ നിങ്ങളോട് ചോദിക്കുക ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് മീഡിയ, മാധ്യമങ്ങളുടെ വിവിധ രൂപങ്ങൾ ചോദിക്കും. അല്ലെങ്കിൽ നമ്മളോട് ചോദിക്കുക ട്രഡീഷണൽ മീഡിയയും ന്യൂ മീഡിയയും അല്ലെ, മാധ്യമങ്ങളും നമ്മളുടെ പരമ്പരാഗത മാധ്യമങ്ങളും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ഇതിൽ രണ്ടിലും ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യന് ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ്. അപ്പം ഈ ഒരു ടേബിൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കാം. ഓക്കെ, സോ നമുക്ക് നോക്കാം എന്താണ് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് മീഡിയ അല്ലെ, മാധ്യമങ്ങളുടെ വിവിധ രൂപങ്ങൾ ഏതൊക്കെയാണ്. ട്രഡീഷണൽ മീഡിയ ഉണ്ട്, ന്യൂ മീഡിയ ഉണ്ട്. ട്രഡീഷണൽ മീഡിയ എന്ന് പറഞ്ഞാൽ പണ്ടേ ഉള്ള അല്ലെ നമ്മുടെ പരമ്പരാഗത മീഡിയകളാണ്. അതായത് പ്രിന്റ് മീഡിയയും ബ്രോഡ്കാസ്റ്റ് മീഡിയയും, പണ്ടുണ്ടായിരുന്ന പത്രങ്ങൾ, പുസ്തകങ്ങൾ, ഇതൊക്കെ ഏതിലാണ് വരുന്നത്, പ്രിന്റ് മീഡിയയിലാണ്. ബ്രോഡ്കാസ്റ്റ് മീഡിയ എന്ന് പറഞ്ഞാലോ റേഡിയോസ്, ടെലിവിഷനിലൂടെയൊക്കെ ആയിരുന്നു നമ്മൾ എന്ത് ചെയ്യാറ്, പണ്ട് ന്യൂസ് ഇൻഫർമേഷൻസ് ഒക്കെ അറിയാറ്. ഇപ്പം നമ്മളൊക്കെ മാറിയിട്ട് വാട്സപ്പ് അതേപോലെ ഇൻസ്റ്റഗ്രാം ഒക്കെ ആയി മാറിയിട്ടുണ്ട് അല്ലേ. സോ ബ്രോഡ്കാസ്റ്റ് മീഡിയയും പ്രിന്റ് മീഡിയയും ട്രഡീഷണൽ മീഡിയയിലാണ് വരുന്നത്. എൻ്റെ ന്യൂ മീഡിയ നവമാധ്യമങ്ങളിലാണ് ഡിജിറ്റൽ മാധ്യമങ്ങളും സാമൂഹിക മാധ്യമങ്ങളും വരുന്നത്. ഡിജിറ്റൽ മീഡിയയും സോഷ്യൽ മീഡിയയും. ഡിജിറ്റൽ മീഡിയ എന്ന് പറഞ്ഞാൽ സമഗ്ര പോർട്ടലൊക്കെ നോക്കാറില്ലേ, മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ വന്നു എന്നുള്ളത്. അപ്പോൾ അതൊക്കെയാണ് ഓൺലൈൻ ന്യൂസ് വെബ്സൈറ്റ് ഒക്കെയാണ് ഡിജിറ്റൽ മീഡിയയിൽ വരുന്നത്. സോഷ്യൽ മീഡിയയിൽ നോക്കുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫോട്ടോ വീഡിയോ ഒക്കെ ഷെയർ ചെയ്യുകയാണ് അല്ലേ ചെയ്യുന്നത്, വാട്സപ്പ് പോലെയുള്ളതൊക്കെയാണ്. യെസ്, അതേപോലെ ഓൺലൈൻ ചർച്ചാ ഫോറങ്ങൾ, ഇതൊക്കെയാണ് ഇവിടെ വരിക, സാമൂഹിക മാധ്യമങ്ങൾ വരിക. ഈ ഒരു ടേബിൾ തന്നെ പഠിച്ചാൽ മാർക്ക് ഫുൾ നിങ്ങൾക്ക് അവിടെ സ്കോർ ചെയ്യാം. ഓക്കെ, ഇനി ഇതേ ക്വസ്റ്റ്യൻ ഇതാ കുറച്ചുകൂടെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈസി നോട്ട്സ് കിട്ടണമെങ്കിൽ നിങ്ങളൊരു കാര്യം കൂടെ ചെയ്യേണ്ടതുണ്ട്. നമ്മളുടെ സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്ത എല്ലാ നോട്ട്സും നിങ്ങൾക്ക് സിമ്പിളായിട്ടുള്ള ടെക്സ്റ്റ് ഇങ്ങനെ വാരി വലിച്ചിട്ട് എഴുതിയിട്ടുള്ള നോട്ട്സ് അല്ല, വളരെ സിമ്പിളായിട്ടുള്ള നോട്ട്സ് നിങ്ങൾക്ക് കിട്ടാവുന്നതാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഇതിൻ്റെ ലിങ്ക് താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം. ഓക്കെ, സോ നെക്സ്റ്റ് നമ്മളോട് ചോദിക്കുക എന്തായിരിക്കും, ട്രഡീഷണൽ മീഡിയ അല്ലെ, പരമ്പരാഗത മീഡിയയും ന്യൂ മീഡിയ ഇപ്പോഴുള്ള നവമാധ്യമങ്ങളും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പോൾ എന്താണെന്ന് നോക്കാം. അപ്പോൾ ട്രഡീഷണൽ മീഡിയ എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്, 1 വേ കമ്മ്യൂണിക്കേഷൻ മാത്രമേ നടക്കുന്നുള്ളൂ. പക്ഷെ ന്യൂ മീഡിയയിൽ 2 വേ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ് അല്ലേ. അതായത് ട്രഡീഷണൽ മീഡിയയിലേക്ക് നോക്കുകയാണെങ്കിൽ ന്യൂസ് പേപ്പറിനോടൊന്നും തിരിച്ചു മറുപടി നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇപ്പോഴത്തെ പുതിയ മീഡിയയിൽ വാട്സാപ്പിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, തിരിച്ചു മറുപടി കൊടുക്കാൻ പറ്റുന്നതാണ്. ഇനി ഇൻട്രാക്ഷൻ ട്രഡീഷണൽ മീഡിയയിൽ ലിമിറ്റഡ് അല്ലേ, മറുപടി ഇല്ല. പക്ഷേ ഇവിടെ എന്തുണ്ട്, ഹൈ ഇൻട്രാക്ഷനും പാർട്ടിസിപ്പേഷനും നമുക്ക് കാണാൻ പറ്റും. ഇനി ഇത് ഭൗതിക രൂപത്തിലാണുള്ളത്, ഡിജിറ്റൽ രൂപത്തിലാണ് നവമാധ്യമങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചറാണ് ലിമിറ്റഡ് പാർട്ടിസിപ്പേഷൻ. മാത്രമേ പത്രങ്ങൾ വായിക്കാനൊക്കെ ഇരിക്കുള്ളൂ. ഒരുപാട് പേര് ഇരിക്കും ഇല്ല. പക്ഷേ ഇവിടെ ക്രിയേറ്റീവ് പാർട്ടിസിപ്പേഷൻ ആണ് നവമാധ്യമങ്ങളിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അതേപോലെ സ്ഥലകാല പരിമിതി ഉള്ളതിനാൽ എപ്പോഴും ലഭ്യമാകാത്തതാണ് നമ്മളുടെ പരമ്പരാഗത മാധ്യമങ്ങൾ എന്ന് പറയുന്നത് അല്ലേ. ഇതെന്തില്ല, നമുക്ക് ഫിക്സ്ഡ് ആയിട്ട് ഏതെങ്കിലും സ്ഥലങ്ങളിൽ മാത്രമൊക്കെ പത്രമൊക്കെ എത്തുള്ളൂ. അതേപോലെ തന്നെ പുസ്തകങ്ങളൊക്കെ. പക്ഷേ ഏത് സമയത്തും നമുക്ക് 24 hours അവൈലബിൾ ആയിട്ടുള്ളതാണ് ന്യൂ മീഡിയ നവമാധ്യമങ്ങൾ എന്ന് പറയുന്നത്. ഈസി അല്ലേ. അപ്പം ഇതിലേതെങ്കിലും ഒരു ചോദ്യം ഉറപ്പായിട്ടും നാളെ ചോദ്യ പേപ്പറിൽ കാണാം. ഇതിന് പുറമെ തന്നെ നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിജിറ്റൽ എറ്റിക്വേറ്റ് അല്ലെ, ഡിജിറ്റൽ മര്യാദകൾ എന്ന് പറഞ്ഞാൽ എന്താണ്. അതായത് നമ്മൾ എന്ത് ചെയ്യണം, ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കുറച്ച് നല്ല മര്യാദകൾ പാലിക്കേണ്ടതുണ്ട്. അതിനെയാണ് ഡിജിറ്റൽ മര്യാദകൾ എന്ന് പറയുന്നത്. നല്ല ഭാഷകൾ യൂസ് ചെയ്യുക. ആൻഡ് ഓൾസോ ഫേക്ക് കണ്ടന്റ് ഒന്നും മറ്റുള്ളവർക്ക് പാസ് ചെയ്യാതിരിക്കുക. പിന്നെ എന്താണ്, ഡിസ്കഷൻസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ ഒന്ന് തിങ്ക് ചെയ്തിട്ട് മാത്രം അതിന് മറുപടികൾ കൊടുക്കുക. പിന്നെ എന്ത് ചെയ്യുക, മറ്റൊരാളുടെ വർക്ക് ഷെയർ ചെയ്യുമ്പോൾ അതിനെ ക്രെഡിറ്റ് ചെയ്യുക അല്ലെ, അതിനൊന്ന് അഭിനന്ദിക്കുക. പിന്നെ സ്പാം ചെയ്യുക, അങ്ങനെയുള്ള മെസ്സേജസ് ഒക്കെ ഒഴിവാക്കണം. ആൻഡ് ഓൾസോ നമ്മൾ ഒരിക്കൽ പോസ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും തീരുമാനിച്ചാൽ അത് പോസ്റ്റ് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് ആദ്യം തന്നെ തീരുമാനിക്കുക. അല്ലാത്ത പക്ഷം അത് വീണ്ടും റിക്കവർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ ഡിജിറ്റൽ എറ്റിക്വേറ്റ് എന്താണ്, നല്ല ഓൺലൈൻ മര്യാദകളെയാണ് നമ്മൾ ഡിജിറ്റൽ എറ്റിക്വേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് 100% ഉറപ്പിക്കാൻ പറ്റുന്നത്. ഇത് പഠിച്ചിട്ടും ബാക്കി കാര്യങ്ങൾ നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ. എങ്ങനെയുണ്ട് നിങ്ങളെ പ്രിപ്പറേഷൻസ് എന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.